മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് കെ.സി. വേണുഗോപാൽ പിൻവാങ്ങുന്നതായി സൂചന. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും ആകാനുള്ള സാധ്യതയേറെ. ഘടകകക്ഷികളുടെ പിന്തുണയും ഗ്രൂപ്പ് ഭേദമന്യേ നിഷ്പക്ഷരായ ജനങ്ങളുടെ പിന്തുണയും വി.ഡി. സതീശന് ലഭിച്ചതോടെയാണ് ഇത്തരമൊരു നീക്കം. എ.ഐ.സി.സി. വിവിധ ഏജൻസികളെ വെച്ച് നടത്തിയ സർവേകളിലും വി.ഡി. സതീശനാണ് മുൻതൂക്കം. പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച ഉണ്ടായേക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി മുതിർന്ന 3 കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലെത്തി നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനിടെ കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളിലും എ.ഐ.സി.സി. നേതൃത്വം അസ്വസ്ഥരാണ്. മാത്രമല്ല, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളും കേന്ദ്ര നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കും എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും സോണിയാഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ഇമെയിലുകളാണ് നിത്യവും എത്തുന്നത്. വി.ഡി. സതീശനെ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് വോട്ട് ചെയ്തതെന്നും സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നുമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ അഭിപ്രായമെന്നും ഉയരുന്നുണ്ട്. ഇതേ തുടർന്ന് കൂടുതൽ തർക്കത്തിന് മുതിരാതെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറുവാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ചില ഉപാധികളോടെയാണ് കെ.സി. വേണുഗോപാൽ മാറുന്നതെന്നറിയുന്നു. കെ.പി.സി.സി. പ്രസിഡന്റായി താൻ നിർദ്ദേശിക്കുന്ന ആളെ നിയമിക്കണമെന്നും ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണമെന്നുമാണ് കെ.സി. വേണുഗോപാൽ നിർദ്ദേശം വെച്ചതെന്നാണ് വിവരം. കെ.പി.സി.സി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, റോജി എം. ജോൺ എന്നിവരുടെ പേരുകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്താൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വരുമെന്നതും ഇത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നതും നേതൃത്വത്തിന് ഭയമുണ്ട്. ഇക്കാര്യം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അറിയുന്നു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.